ക്രൈസ്തവ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് നിങ്ങളുടെ മധ്യത്തിൽ കടന്നു വരുവാൻ ദൈവം സഹായിച്ച വലിയ വിധങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് ചിന്തിക്കുവാനായിട്ട് പോകുന്ന ഒരു വിഷയം, നാം നമ്മുടെ സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നതായ ചില കാര്യങ്ങൾ, മനുഷ്യർ ശ്രദ്ധിക്കാതെ പോകുന്ന, നിസ്സാരമായി തള്ളിക്കളയുന്നതായ ഒരു വിഷയത്തെയാണ് ഇന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ കൂടി നിങ്ങളുടെ മുമ്പിൽ അതിൻ്റെ വിലയിരുത്തുക. അത് എന്തുമാത്രമാണ് കർത്താവ് അതിനു വേണ്ടി കരുതുന്നത് എന്നതിനെ കുറിച്ച് നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കുവാൻ കർത്താവ് താല്പര്യപ്പെടുകയാണ്. നമ്മളെല്ലാവരും ഭക്ഷണം കഴിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ്. ഭക്ഷണം കഴിക്കുവാൻ വിവിധ വെറൈറ്റി ഭക്ഷണങ്ങൾ കഴിക്കുന്നതിന് വേണ്ടി ഹോട്ടലുകളിലും മറ്റു കേന്ദ്രങ്ങളിലുമൊക്കെ നമ്മൾ പോയി കഴിക്കാറുണ്ട്. ഈ ഭക്ഷണം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ദാനമാണ് എന്ന കാര്യത്തെക്കുറിച്ച് വ്യക്തമായി ബൈബിൾ പ്രകാരം നിങ്ങളുടെ മുമ്പിൽ തെളിയിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. മനുഷ്യന് എന്ത് പ്രശ്നം വന്നാലും ആദ്യം വെറുക്കുന്നത്, പിണങ്ങിയിരിക്കുന്നത് ഭക്ഷണത്തോടാണ്. മതി എന്ന് പറയുന്ന ഒരു അനുഭവം ഉണ്ടെങ്കിൽ അത് ഭക്ഷണത്തോടാണ്. ബാക്കി എല്ലാ കാര്യങ്ങളിലും എത്ര കിട്ടിയാലും തൃപ്തി വരാത്ത ഒരു അനുഭവമാണ് ലോകത്തിലുള്ളത്. പക്ഷേ ഈ ഭക്ഷണത്തിന് വേണ്ടി രാവ് മുഴുവനും നമ്മൾ കഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ ഭക്ഷണം കിട്ടാതെ എത്രയോ പേർ ലോകത്തിനകത്ത് വസിക്കുന്നുണ്ട്. എത്രയോ പേർക്ക് ഭക്ഷണം കഴിക്കുവാനുള്ള സാമ്പത്തിക ശേഷിപ്പുണ്ടെങ്കിലും ഭക്ഷണം കഴിക്കുവാൻ കഴിയാത്ത നിലവാരങ്ങളിലുള്ള പല രോഗങ്ങളും പിടിപെട്ട് ഈ ലോകത്തിനകത്ത് കാണപ്പെടുന്നുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു അനുഭവം ഉണ്ടായി. ഈ ഡയാലിസിസ് ചെയ്യുന്ന വ്യക്തികളെ നോക്കിയപ്പോൾ എനിക്ക് വളരെ സഹിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ, ഒരു സാഹചര്യം കാണാനായിട്ടിടയായി. ആ വിഷയം ഇങ്ങനെയാണ്: ഒരു തുള്ളി വെള്ളം പോലും കുടിക്കുവാൻ കഴിയാത്തതായ ഒരു അവസ്ഥ കിഡ്നി ഫെയിൽഡ് ആകുന്ന വ്യക്തികൾ അനുഭവിക്കുന്നത് ഞാൻ കാണുവാനായിട്ടിടയായി. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, അന്ന് ഞാൻ ചില കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് ദൈവം എന്നെ വ്യക്തമായി പഠിപ്പിച്ച ഒരു ഭാഗം. ഭക്ഷണം എന്ന് പറയുന്നത്, ആഹാരം എന്ന് പറയുന്നത് ദൈവം നൽകുന്ന ദാനമാണ്. അതിനെ ആസ്പദമാക്കി ചില ഭാഗങ്ങൾ പെട്ടെന്ന് നിങ്ങളുടെ മുമ്പിൽ തെളിയിക്കുവാനായിട്ട് കർത്താവ് താല്പര്യപ്പെടുന്നു. പുറപ്പാടിൻ്റെ പുസ്തകം 16-ാം അധ്യായം 3-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ പറയുകയാണ്: ഇസ്രായേൽ മക്കൾ തൃപ്തിയില്ലാതെ കരഞ്ഞ ആഹാരത്തിന് വേണ്ടിയാണ്. ദൈവം ചെയ്ത അടയാളത്തെക്കാൾ അവർക്ക് ആവശ്യം ആഹാരമായിരുന്നു. വളരെ മനസ്സിലാക്കാം. അവിടെ ഇസ്രായേൽ മക്കൾ അടിമനുഖത്തിൽ നിന്നും അവരെ വെടിപ്പിച്ചു കൊണ്ടുവന്നു. പല അടയാളങ്ങൾ അവർ കണ്ടു. പക്ഷെ ആഹാരത്തിനുള്ള സമയമായപ്പോൾ അവർ വളരെയധികം കരയുവാനായിട്ടിടയായി. അവർക്ക് ആവശ്യം ആഹാരമായിരുന്നു. പ്രൈസലോ അത് ദൈവം അവർക്ക് നൽകുവാനായിട്ടിടയായി. നമുക്കറിയാം, അവരോട് ദൈവം സംസാരിച്ചത് പുറപ്പാടിന്റെ പുസ്തകം തന്നെ 16 അതിന്റെ 12-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കും: നീ അവരോട് സംസാരിച്ചു, നിങ്ങൾക്ക് വൈകുന്നേരത്ത് മാംസം തിന്നും, പ്രഭാതകാലത്ത് അപ്പം കൊണ്ട് തൃപ്തനാകും, ഞാൻ നിങ്ങളുടെ ദൈവം ആയ യഹോവയാകുന്നു എന്ന് അറിയും. പ്രൈസലോ അവിടെ ഇങ്ങനെ പറയുകയാണ്: നീ അവരോട് സംസാരിച്ച് നിങ്ങൾക്ക് വൈകുന്നേരത്ത് മാംസം തിന്നാം, പ്രഭാതകാലത്ത് അപ്പം കൊണ്ട് തൃപ്തനാകുമെന്ന് പറഞ്ഞ ദൈവം ഇസ്രായേൽ മക്കളെ പോഷിപ്പിക്കുന്നതായിട്ട് വ്യക്തമായി കാണുവാൻ സാധിക്കുന്നു. അവർക്ക് മന്ന കൊടുത്ത് പോഷിപ്പിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത് ദൈവത്തിൻ്റെ ദാനമാണ്. പ്രിയരെ, ഭക്ഷണം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ദാനമാണ്. നമ്മൾ പിണങ്ങുന്നത് പലരും മദ്യപാനം അനുഭവിക്കുന്ന വ്യക്തികളുടെ വീട്ടിലാണെങ്കിൽ ഭക്ഷണത്തെ വാരി എറിയുന്ന അനുഭവങ്ങളുണ്ട്. കുഞ്ഞുങ്ങൾ ഭക്ഷണത്തെ വാരി എറിയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പല ഹോട്ടലുകളിലും പോയി ഇരിക്കുമ്പോൾ ഞാൻ കാണുന്ന ഭാഗം, അവർക്ക് എന്തൊക്കെയോ അവർ വലിച്ചു വാരി ഓർഡർ ചെയ്യും. എന്നിട്ട് അതിൻ്റെ പകുതി പോലും കഴിക്കാതെ അതിന് വെറുതെ വേസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം എൻ്റെ കണ്ണിൽ കാണുവാനായിട്ടിടയായി. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഈ ഭക്ഷണം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ദാനമാണ്. ഇത് നഷ്ടമാക്കിയാൽ ജീവിതത്തിനകത്ത് ആഹാരം കിട്ടാതെ ആഹാരം തിന്നുവാൻ കഴിയാത്ത ഒരു കാലഘട്ടം നമുക്ക് വരും എന്നുള്ള കാര്യത്തിൽ മറന്നു പോകരുത്. പ്രൈസ് ദി ലോർഡ്.
അതുകൊണ്ട് എന്തു പ്രശ്നം വന്നാലും നീ തൃപ്തിയോടുകൂടെ ആഹാരം കഴിച്ചു പ്രാർത്ഥിച്ചു കിടന്നു നോക്ക, നിന്റെ പ്രശ്നങ്ങൾക്ക് അതൊരു പരിഹാരമാണ്. അതുകൊണ്ട് ദൈവം തരുന്ന നന്മയെ അവൻ ഒരിക്കലും അതിനെ ചവിട്ടിക്കളയരുത്, അവൻ അതിനെ അപമാനിക്കരുത് എന്ന് വ്യക്തമായി വേദപുസ്തകം പറയുന്നു. മത്തായി സുവിശേഷം 6:11 വായിക്കുമ്പോൾ അവിടെ പറയുന്നു, ആകയാൽ നാം എന്തു തിന്നും എന്തു കുടിക്കും എന്ത് ഉടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. ഈ ജാതികൾ അന്വേഷിക്കുന്നു, സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങൾക്ക് ആവശ്യം എന്ന് അറിയുന്നുവല്ലോ. എന്തു തിന്നും എന്തു കുടിക്കും എന്തു ഉടുക്കും എന്നുള്ളത് സ്വർഗസ്ഥനായ ദൈവം അത് അറിയുകയാണ്. അതിനെക്കുറിച്ച് നിങ്ങൾ വിചാരപ്പെടരുത്. ക്രൈസ്ത ലോർഡ്. വ്യക്തമായി എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഈ ആഹാരം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ദാനമാണ്. അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, നിങ്ങൾക്ക് ഇത് തരാൻ ഞാൻ തയ്യാറാ. പക്ഷെ ദൈവം തരുന്നതിനെ അവൻ വളരെയധികമായിട്ട് നിഷ്ഠൂരമായി കളയുന്ന അത് ഒത്തിരി വ്യക്തികളുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഈ ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഇനിയുള്ള നാളുകളിൽ നമുക്ക് വേണ്ടത് മാത്രം നമ്മൾ വാങ്ങിച്ച് കഴിക്കുക. വേണ്ടാത്തത് നമ്മൾ എന്ത് ചെയ്യരുത്. ആരെയോ കാണിക്കാൻ വേണ്ടി എന്തൊക്കെയോ ഞാൻ ഒത്തിരി വില കൂടിയ ഭക്ഷണം കഴിക്കുന്നവരാണ് എന്ന് ബോധ്യപ്പെടുത്തുവാൻ നിങ്ങൾ വാങ്ങിച്ച് കൂട്ടി വെറുതെ കളയുന്ന ഓരോ ഭക്ഷണത്തിനും നമ്മൾ കണക്കു പറയേണ്ട സമയങ്ങൾ നമ്മുടെ മുമ്പിൽ വരും എന്ന കാര്യം മറന്നു പോകരുത്. പ്രൈസ് ദി ലോർഡ്. അതുപോലെ റോമർ എഴുതിയ ലേഖന പുസ്തകം 12-ാം അധ്യായം 20-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ വ്യക്തമായി, കാരണം അത്രയ്ക്കും ദൈവം ഭക്ഷണത്തെ കുറിച്ച് ദൈവത്തിനൊരു ഉത്കണ്ഠയുണ്ട്, ദൈവത്തിനൊരു ബഹുമാനമുണ്ട്. ഭക്ഷണത്തിന്റെ മുമ്പിൽ നമുക്കൊരു ബഹുമാനം ഉണ്ടാവണം. ഭക്ഷണം ദൈവം തന്നതാണ് എന്ന് നമ്മൾ അതിനെ ബഹുമാനിച്ച് അത് നിങ്ങൾ ഭക്ഷിക്കാമെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി തരും. ഇവിടെ പറയുന്നു, നിന്റെ ശത്രുവിനെ വിശക്കുന്നു എങ്കിൽ അവന് തിന്മാൻ കൊടുക്കാം, ദാഹിക്കുന്നുവെങ്കിൽ കുടിപ്പാൻ കൊടുക്കാം. അങ്ങനെ ചെയ്താൽ നീ അവന്റെ തലമേൽ തീക്കനൽ കുന്നിക്കും എന്ന് പറഞ്ഞാൽ അവിടെ പറയുന്ന ഒരു ഭാഗം, നിന്റെ ശത്രു വിശന്നു വരികയാണെങ്കിൽ ഒരുപക്ഷെ നിനക്കെതിരെ ഒത്തിരി പ്രതികൂലങ്ങൾ ചെയ്യുക, പക്ഷേ വിശക്കുന്നവന് നീ ആഹാരം കൊടുത്താൽ നിന്റെ തലമുറകളെ, നിങ്ങളുടെ ജീവിതത്തെ ഒരിക്കലും ആഹാരമില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് ദൈവം അനുവദിക്കത്തില്ല. മത്തായി 23:40 വായിക്കുമ്പോൾ രാജാവ് അവരോട്, എൻ്റെ ഈ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്യുന്നിടത്തോളം എല്ലാം എനിക്ക് ചെയ്തു എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ശത്രുവിന് നമ്മൾ വിശക്കുന്നവൻ ആഹാരം കൊടുത്താൽ, ശത്രുവിനായാലും ശരി വിശക്കുന്നവൻ ആഹാരം കൊടുത്താൽ, അവിടെ മത്തായി സുവിശേഷം 25:40 പറയുകയാണ്, ഏറ്റവും എളിയ സഹോദരന് ചെയ്യുന്നത് എനിക്ക് ചെയ്യുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ജീവിതത്തിനകത്ത് വലിച്ചെറിയുന്ന ഭക്ഷണമുണ്ടല്ലോ, നമ്മൾ ആരെയോ കാണിക്കാൻ വേണ്ടി എന്തൊക്കെയോ വലിച്ചുവാരി നമ്മുടെ മുമ്പിൽ നിരത്തി വെച്ചിട്ട് അതിലൊരു ഫോട്ടോയും എടുത്ത് അതിന് വെറുതെ നമ്മൾ കളയുന്ന ഭക്ഷണമുണ്ടല്ലോ, ഒരു ദിവസം അത് നമ്മളെ ന്യായം വിധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടന്നു വരും. ഒരു നുള്ള ഭക്ഷണത്തിന് വേണ്ടി കരയുന്ന ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. എത്രയോ ജനതയ്ക്ക് ലഭിക്കാത്ത ഒരു അനുഭവമാണ് പ്രിയരെ നമ്മുടെ ജീവിതത്തിൽ ദൈവം ദാനം ചെയ്തിരിക്കുന്നത് എന്ന കാര്യം ഈ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവർ മറന്നു പോകരുത് എന്ന് ദൈവത്തിന്റെ സരി വ്യക്തമാക്കുകയാണ്. റോമർ എഴുതിയ ലേഖന പുസ്തകം 14-ാം അധ്യായം അതിന്റെ 20-ാം വാക്യം വായിക്കുമ്പോൾ, ഭക്ഷണ നിമിത്തം ദൈവം നിർമ്മാണത്തെ അഴിക്കരുത്, എല്ലാം ശുദ്ധം തന്നെ, എങ്കിലും ഇടർച്ച വരുത്തുമാറ് തിന്നുന്ന മനുഷ്യന് അത് ദോഷമത്രേ. വേദപുസ്തകം ഇത് ഞാൻ വെറുതെ ഉണ്ടാക്കി പറയുന്നതല്ല കേട്ടോ, വേദപുസ്തകത്തിൽ പറയുന്നതാ. റോമർ എഴുതിയ ലേഖന പുസ്തകം 14-ാം അധ്യായം 20-ാം വാക്യം വ്യക്തമായി അവിടെ പറയുന്നു, ഭക്ഷണ നിമിത്തം ദൈവത്തിന്റെ അനുഗ്രഹത്തെ അഴിക്കരുത്, അതിനെ അവൻ അപമാനിക്കരുത്. എല്ലാം ശുദ്ധം, എല്ലാ ഭക്ഷണങ്ങളും
ശുദ്ധമാണ്. അതിനെ നമ്മൾ ആർക്കും ഇടർച്ച വരുത്താതെ നാം അത് ഭക്ഷിക്കുമെങ്കിൽ നമുക്കത് അനുഗ്രഹം. ആമേൻ. ആർക്കെങ്കിലും ആരെയൊക്കെ കാണിക്കാൻ വേണ്ടി, ആരുടെ മുമ്പിലൊക്കെ കാണിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ ദോഷമായി വരുമെന്ന് വ്യക്തമായി വേദപുസ്തകം വെളിപ്പെടുത്തുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഇന്ന് ഭക്ഷണത്തിന് പല രാജ്യങ്ങളിലും സൗത്ത് ആഫ്രിക്കയിൽ ഏതോ കുറെ ഗ്രാമങ്ങളിൽ ഭക്ഷണമില്ലാതെ ഒരു ഗ്ലാസ് വെള്ളം പോലും കിട്ടാതെ കിടക്കുന്ന കുഞ്ഞുങ്ങൾ ഒത്തിരി പേരുണ്ട് എന്ന് നമുക്ക് നെറ്റുകളിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ കാണുവാൻ കഴിയുന്നു. എങ്കിലും ഇന്ത്യയുടെ ഒരു ചെറിയ ഒരു വേണ്ടി ഒരു കാര്യം പറയാം. ഇന്ത്യയിൽ ഏകദേശം 4 മുതൽ 224 ദശലക്ഷം വരെ ആൾക്കാര് പോഷകാഹാരം ലഭിക്കാതെ വലയുകയാണ്. അതുപോലെ 200 ദശലക്ഷങ്ങൾക്കധികം ആൾക്കാർ പട്ടിണി കിടക്കുന്നതായിട്ട് റിപ്പോർട്ടുകൾ മുമ്പിൽ വന്നിട്ടുണ്ട്. അതുപോലെ 2024 കണക്കെടുപ്പ് അനുസരിച്ച് 2 വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ ഏകദേശം 6.7 ദശലക്ഷം കുട്ടികൾ, മില്യൺ കുട്ടികളാണ് ആഹാരം കിട്ടാതെ ഈ ഇന്ത്യക്കകത്ത് വലയുന്നത്. പ്രൈസലോ. ഒരുപക്ഷെ ഇത് കളവെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. ചില ഗ്രാമങ്ങൾ, നോർത്തിലെ ചില ഗ്രാമങ്ങൾ, തമിഴ്നാട്ടിന്റെ ഉള്ളിൽ കിടക്കുന്ന ചില ഗ്രാമങ്ങൾ കാണാൻ ഒരു ഭാഗ്യം എന്റെ ജീവിതത്തിൽ കിട്ടിയത് കൊണ്ട് ഇത്രയും കാര്യം ഞാൻ വ്യക്തമായി നിങ്ങളുടെ മുമ്പിൽ പറയുന്നത്. ഒരു ഗ്ലാസ് ആഹാരത്തിന് വേണ്ടി വളരെയധികം സങ്കടപ്പെടുന്ന, ഒത്തിരി കഷ്ടപ്പെടുന്ന ഒരുപാട് ജീവിതങ്ങളെ നമുക്കറിയുവാനായിട്ട് കഴിയുന്നു. അതുപോലെ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കള്, ഇതിൽ വലിയൊരു സത്യം എന്താണെന്ന് അറിയാമോ? ഈ ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ ആഹാരത്തെ വിളയിച്ചെടുക്കുന്നത്, ഉൽപ്പാദിപ്പിക്കുന്നത് ഇന്ത്യയിലുള്ളവരാ. പക്ഷെ അവർ ഉൽപ്പാദിപ്പിക്കുന്ന ഈ ആഹാരത്തെ അവർ മറ്റുള്ളിടത്ത് കയറ്റി അയച്ചിട്ട് അവർ എന്തൊക്കെയോ വിഷങ്ങൾ കലർത്തിയതായ ആഹാരങ്ങൾ കഴിക്കുന്നു. പ്രൈസ്. ഒരു കുടുംബത്തോട്, ഒരു കൃഷി ചെയ്യുന്ന ഒരു കുടുംബത്തോട് ഞാൻ അവരുമായി സംസാരിക്കുമ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവർ പറയുന്ന ഒരു ഭാഗം ഇങ്ങനെയാണ്: ഞങ്ങൾ ഉണ്ടാക്കുന്ന ഭക്ഷണം പുറത്തു കൊടുത്താൽ അതിൽ നിന്ന് കിട്ടുന്ന കാശാണ് ഞങ്ങൾക്ക് ആവശ്യം. നമുക്ക് എന്ത് രോഗം വന്നാലും കുഴപ്പമില്ല, ഞങ്ങൾക്ക് ഏത് ആഹാരം കിട്ടിയാലും കുഴപ്പമില്ല, ഞങ്ങൾ ഉണ്ടാക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞ് അവർ ഉണ്ടാക്കുന്ന ആഹാര സാധനങ്ങൾ മറ്റെടുത്ത് കൊടുക്കുന്നു. ഇന്ത്യക്കകത്ത് വിഷങ്ങൾ കലർത്തി വരുന്ന ആഹാരം അവർ വാങ്ങിച്ചു കഴിക്കുന്നു. അതുകൊണ്ടാണ് ഈ ഇന്ത്യ കണക്കെടുപ്പ് അനുസരിച്ച് പോഷക ആഹാരം ലഭിക്കാത്തതായ ഒത്തിരി ജനങ്ങൾ വലയുന്നു എന്ന് കാണുവാനായിട്ട് കഴിയുന്നു. പോഷകക്കുറവ് 194.6 ദശലക്ഷം മുതൽ 200 ദശലക്ഷം വരെ ആൾക്കാർ പോഷകാഹാരം കിട്ടുന്നില്ല. അതുപോലെ കുട്ടികൾക്ക് പോഷകാഹാരത്തിന്റെ കുറവ്. 5 വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ 35% പോഷകാഹാരം കിട്ടാതെ മുരടിച്ചും മറ്റു പല രോഗങ്ങളിലും അകപ്പെട്ടു കിടക്കുന്നു. പ്രതിദിനം വിശപ്പ് എന്ന് പറയുന്നത് 20 കോടിയിലധികം ആൾക്കാര് ദിവസവും പട്ടിണി കിടക്കുന്നതായിട്ട് റിപ്പോർട്ടുകൾ സൂചിക്കുന്നു. മോശ ഭക്ഷണം കാരണം ദിവസവും പല അസുഖങ്ങൾ കാരണവും 3000 കുട്ടികൾ വരെ മരിക്കുകയാണ് ദിവസവും. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം പ്രിയരെ. പക്ഷെ നമ്മളോ വെറുതെ ആഹാരങ്ങൾ വാങ്ങിച്ച് മിസ്യൂസ് ചെയ്യുന്ന ഒത്തിരി പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ ആഗോള റാങ്ക് എന്ന് പറയുന്നത് 2023 സർവേയിൽ അവരെടുത്ത കാര്യങ്ങൾ 125 രാജ്യങ്ങളിൽ 111ാമത്തെ സ്ഥാനത്താണ് ഇന്ത്യ വിശപ്പിന് വേണ്ടി അലയുന്ന ജനതയുള്ളതായിട്ട് കണ്ടുപിടിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ബുദ്ധിസ്ഥിരതയില്ലാത്തവരും വളർച്ച നഷ്ടപ്പെട്ടവരുമായി 2024 കണക്കെടുപ്പ് അനുസരിച്ച് 19% വ്യക്തികൾ 18 വയസ്സിന് താഴെയുള്ള 19% വ്യക്തികൾ പോഷകാഹാരമില്ലാതെ പല രീതിയിൽ വളർച്ച മുരടിച്ചും പല നിലവാരങ്ങളിലും കാണപ്പെടുന്നത്.
എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ദൈവം നൽകുന്ന ദാനമായിരിക്കുന്ന ഭക്ഷണത്തോട് നീ കാണിക്കുന്ന അക്രമമുണ്ടല്ലോ, ആ അക്രമത്തിന് ഒരു ദിവസം നമ്മൾ കണക്ക് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് താഴ്മയായി പറയുവാനുള്ളത്, ദൈവം സ്വർഗഭണ്ഡാരങ്ങളെ തുറന്ന് നമുക്കും നമ്മുടെ കുഞ്ഞുകുട്ടികൾക്കും വേണ്ടി ദാനമായി നൽകപ്പെടുന്ന ഭക്ഷണത്തെ നീ ബഹുമാനത്തോടുകൂടെ ദൈവം തന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടുകൂടെ നീ ഭക്ഷിക്കുമെങ്കിൽ നീ തൃപ്തനാകും, നിന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. എത്ര വലിയ പ്രശ്നമുണ്ടെങ്കിലും ആമന് ഭക്ഷണം കഴിച്ച് പ്രാർത്ഥിച്ച് സന്തോഷത്തോടെ നീ കിടന്നുറങ്ങി നോക്ക്, രാവിലെ നിന്റെ മുഖം പ്രകാശിക്കും. ആമൻ, നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്ക, നിങ്ങളുടെ നാട്ടിലൊന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്ക. ആഹാരത്തെ വലിച്ചെറിയുന്ന എത്രയോ പേരുണ്ട്, അവരുടെ വീട്ടിൽ സമാധാനമുണ്ടോ? എത്രയോ പേരാണ് ഹോട്ടലുകളിൽ പോകും, വലിയ ഹോട്ടലുകളിൽ പോകും. ഞാൻ പറയുന്നത് ഹോട്ടലുകളിൽ പോകരുതെന്നല്ല, ഹോട്ടലുകളിൽ പോകും, കണ്ടമാനം ആഹാരം ഓർഡർ ചെയ്യും, എല്ലാം മുമ്പിൽ നിരത്തി വെച്ചിട്ട് ഒരു ഫോട്ടോ എടുത്തിട്ട് അതിനെ മിസ്യൂസ് ചെയ്യുകയാണ്. എത്ര വ്യക്തികൾ ആഹാരത്തിന് വേണ്ടി കരയുന്നു പ്രിയരെ. അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, ആമൻ വചനത്തിൽ നിന്ന് ഉറപ്പിച്ച് ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് ഒരുപക്ഷെ ആഹാരം കഴിച്ച് ബാക്കി വരുന്ന ആഹാരം അത് കളയാതെ വളരെ ഭംഗിയോടുകൂടെ അതിനെ മറ്റ് വിശക്കുന്ന വ്യക്തിക്ക് നീ കൊടുക്കാമെങ്കിൽ നിന്റെ മക്കളുടെ ജീവിതത്തിലും നിങ്ങളുടെ ജീവിതത്തിലും അത് അനുഗ്രഹമായി തീരുകയും രോഗങ്ങളിൽ നിന്നും ഒരു വിടുതൽ അനുഭവിക്കുവാൻ കഴിയുമെന്നും, എത്ര ഗുളികകൾ കഴിക്കേണ്ടി വന്നാലും എത്ര രോഗങ്ങൾ നിന്റെ ജീവിതത്തിൽ വന്നാലും നീ ഒരിക്കലും തളർന്നു പോകാതെ ദൈവത്തിന്റെ സന്നിധി നിലകൊള്ളുവാൻ നിനക്ക് കഴിയുമെന്ന് വ്യക്തമായി വേദപുസ്തകം പറയുകയാണ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയരെ, ആഹാരം എന്ന് പറയുന്നത് ദൈവം തരുന്ന ദാനമാണ്. അത് ഞാൻ മുമ്പേ പറഞ്ഞല്ലോ. പക്ഷെ അതൊരു മരുന്നും കൂടിയാണ്, നമ്മുടെ ശരീരത്തെ നിലനിർത്തുന്ന ഒരു മരുന്ന്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. ഒത്തിരി ഹോർലിക്സ്, ബൂസ്റ്റ്, ഒത്തിരി പദാർത്ഥങ്ങളൊക്കെ ഈ ലോകത്തിനകത്ത് ഇറങ്ങി. പക്ഷെ പണ്ടത്തെ ഭക്ഷണങ്ങൾ നിങ്ങൾക്കറിയാം. ആ ഭക്ഷണങ്ങൾ കഴിച്ച വ്യക്തികൾ ഇന്നും നല്ല ആരോഗ്യവതിയായിട്ട് നിൽക്കുന്നു. എന്തുകൊണ്ട്? ഇന്ന് ലോകത്തിനകത്ത് ഫാക്ടറികളിൽ ഉണ്ടാക്കി വരുന്ന ഭക്ഷണത്തെക്കാൾ നമ്മുടെ വീട്ടിനകത്ത് നമ്മുടെ കൃഷിസ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന ഭക്ഷണങ്ങൾ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ അത് ദൈവം തരുന്ന ദാനമെന്ന് സന്തോഷത്തോടെ നമ്മൾ കഴിച്ചാൽ അതിലൊരു വിടുതല, അത് നമുക്ക് അനുഗ്രഹമായി തീരും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നമ്മൾ ഹല്ലേലൂയ എവിടെ നിന്നൊക്കെ ആഹാരം വാങ്ങിച്ചോ നമ്മുടെ ശരീരത്തെ ഒന്ന് പുഷ്ടിപ്പെടുത്തുവാൻ നമ്മൾ കഴിക്കുന്നത് നല്ലതാണ്. പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി പറയുകയാണ്, ആഹാരം പാഴാക്കരുത്, ആഹാരം കളയരുത്, അത് ദൈവം തരുന്ന ദാനമാണ്, അത് നിങ്ങൾക്ക് ദോഷമായി ഭവിക്കാതിരിക്കുവാൻ ഈ നാളുകളിൽ ദൈവം തരുന്ന ദാനത്തെ ശ്രദ്ധയോടുകൂടെ ഉപയോഗിക്കുവാൻ നീ തയ്യാറാകുമെങ്കിൽ നിശ്ചയമായിട്ടും നമ്മുടെ ജീവിതം അനുഗ്രഹമായി തീരും. പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ടാണ് ഞാൻ ഇത്രയും പറയുന്നു എന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഒരുപക്ഷെ ചോദിക്കും, ഞാൻ ഒരു ആഹാരം മിസ് ചെയ്യുന്ന ഒരു വ്യക്തിയോട് ഞാൻ ചോദിച്ചപ്പോൾ ആ വ്യക്തി എന്നോട് പറഞ്ഞ മറുപടിയാണ്, ഞങ്ങൾ ഉണ്ടാക്കുന്ന ഞങ്ങൾ കാശ് കൊടുത്ത് വാങ്ങിച്ച ആഹാരം ഞങ്ങൾക്ക് തോന്നും പോലെ ഉപയോഗിക്കും എന്ന ഒരു മറുപടിയാണ് അവരുടെ ജീവിതത്തിൽ നിന്ന് വന്നത്. അത് കേട്ടപ്പോൾ എനിക്ക് നല്ല സങ്കടം തോന്നി. പക്ഷെ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നിങ്ങൾ എന്ത് വേണമെങ്കിലും ഓർഡർ ചെയ്തു, പക്ഷെ ആഹാരം മിസ് ചെയ്യരുത്, അതൊരിക്കലും പാഴാക്കരുത്, അതിനെ വാരി വലിച്ച് കളയാൻ ഒരിക്കലും നമ്മൾ തയ്യാറാക്കരുത്. എത്ര വീട്ടിനകത്ത് എത്ര പ്രശ്നം വന്നാലും അത് വലിച്ചെറിയരുത് പ്രിയരെ. ഒരു ദിവസം നമുക്ക് ആഹാരം കഴിക്കാൻ പറ്റാത്തതായ ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ വരും. നമ്മൾ കഷ്ടപ്പെടുന്നത് ആഹാരത്തിന് വേണ്ടിയല്ലേ? അല്ലെങ്കിൽ പോട്ടെ 2 നേരം ഭക്ഷണം നമുക്ക് കിട്ടാതിരുന്ന എന്തുമാത്രം വേദന നമുക്കുണ്ടാകും, എന്തുമാത്രം സങ്കടമുണ്ടാകും. അതുകൊണ്ട് അതിന്റെ വില നമ്മൾ മനസ്സിലാക്കണം. ആഹാരം നമുക്ക് മെഡിസിൻ, ബൂസ്റ്റ്, ഹോർലിക്സ് എന്തു വേണമെങ്കിലും കഴിച്ചെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തൃപ്തിയാകത്തില്ല. നമുക്ക് തൃപ്തിയാകണമെങ്കിൽ ദൈവം തരുന്ന ആഹാരം നമ്മൾ സന്തോഷത്തോടെ കഴിക്കണം. അത് ദൈവം തരുന്നതാണ്, അത് മിസ് ചെയ്യരുത്.
ആമൻ പ്രൈസ് ദി ലോർഡ് ഇസ്രായേൽ ജനത്തിന്റെ ആമൻ ആ യാത്രയുടെ ആരംഭം മുതൽ അവസാനിക്കുന്ന നിമിഷം വരെയും അവർക്ക് മന്ന കൊടുത്ത് പോഷിപ്പിച്ച ഒരു ദൈവമാണ്. യേശുവിന്റെ ശുശ്രൂഷ വേളയിൽ ജനം താമേ വിശന്ന് ആത്മീക ഭക്ഷണം കഴിഞ്ഞ് താമേ കഴിച്ച് തൃപ്തരായി ആമേ പോകുന്ന ജനത്തെ കണ്ടിട്ട് അങ്ങനെ പറഞ്ഞു വിടുകയല്ല ചെയ്തത്. 5000 പേര് എണ്ണത്തിൽ കൂടിയവരാണ് എന്ന് നോക്കാതെ അവരെ ആമൻ ശിഷ്യന്മാരോട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പിൻ എന്ന് പറഞ്ഞാൽ ഭൗതിക ആഹാരം ആഹാരത്തിന് ദൈവം ഒരു ഇമ്പോർട്ടന്റ് കൊടുത്തിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ആത്മീക ആഹാരമായ തിരുവത്താഴ ശുശ്രൂഷയെ കുറിച്ച് നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കുവാനിടയായി. ഇന്ന് ഭൗതിക ആഹാരമായി ഇരിക്കുന്നതിനെ കുറിച്ച് ഞാൻ സംസാരിക്കുകയാണ്. പ്രിയരെ, ക്ഷമയോടുകൂടെ നിങ്ങളോട് പറയുകയാണ്, ദയവ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ എത്ര വേണമെങ്കിലും വാങ്ങിക്കഴിക്കുക. പക്ഷെ അതിനെ മിസ് ചെയ്യരുത്, അത് പാഴാക്കരുത്. നിങ്ങൾ അല്പം ചോറ് അല്ലെങ്കിൽ അല്പം ഭക്ഷണമായാലും കുഴപ്പമില്ല, വിശക്കുന്നവന് കൊടുക്കാൻ നിങ്ങൾ തയ്യാറാകുമെങ്കിൽ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കും. ഈ ദൈവം തരുന്ന ദാനം, നമ്മുടെ ജീവിതത്തിൽ നൽകുന്ന ദാനം, നമ്മുടെ ജീവിതം അനുഗ്രഹമായി തന്നെ തീരും. അത് പ്രകാശമായി തന്നെ തീരും. പ്രിയരെ, ഞാൻ വായിച്ചല്ലോ, ഇന്ത്യയുടെ കണക്കെടുപ്പ് അനുസരിച്ച് എത്രയോ കുഞ്ഞുങ്ങളാണ് രോഗം ബാധിച്ച് ഭക്ഷണമില്ലാതെ പട്ടിണിയിൽ ഇവിടെ പറയുന്നത് 3000 കുട്ടികളാണ് പ്രിയരെ ദിവസം പ്രതി മരിച്ചുകൊണ്ടിരിക്കുന്നത് പട്ടിണി മുഖാന്തരം. നമ്മളിതൊക്കെ കാണുന്നുണ്ടോ? ക്യാൻസർ സെന്ററിൽ പോയാൽ ആഹാരം കഴിക്കുവാൻ കഴിയാതെ ഭാരപ്പെടുന്ന വ്യക്തികളെ കാണാം. ഇത് വ്യക്തികളോ ഡയാലിസിസ് ചെയ്യുന്ന പ്രിയപ്പെട്ടവരോട് ചോദിച്ചു നോക്ക്, വെള്ളം കുടിക്കാൻ പോലും കഴിയാതെ അളന്നു കുടിക്കുന്ന ഒരു സാഹചര്യം. ഷുഗർ വന്നാലോ പ്രഷർ വന്നാലോ ഏത് രോഗം വന്നാലും ഇന്ന ആഹാരം കഴിക്കരുതെന്നാണ് ഡോക്ടർ പറയുന്നത്. കാരണം നമ്മൾ ആഹാരത്തിനോട് വെറുപ്പ് കാണിക്കുമ്പോൾ നമുക്ക് സംഭവിക്കുന്ന ചില കാര്യങ്ങളാണ്. നിങ്ങൾ ആഹാരത്തെ സന്തോഷത്തോട് ദൈവം തന്നതാണ് എന്ന് പ്രാർത്ഥനയോടെ നിങ്ങൾ കഴിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ ബഹുമാനത്തോടുകൂടെ ആ ആഹാരത്തെ നമ്മൾ തൃപ്തിയോടുകൂടെ കഴിച്ച് ദൈവത്തിന്റെ സന്നിധി പ്രാർത്ഥനയോടെ മുമ്പോട്ട് പോയി നോക്കുക, നിങ്ങൾ അനുഗ്രഹമായി തീരും. നിങ്ങളുടെ കളപ്പുര ഒരിക്കലും വെറുതെയാകത്തില്ല. ആ കളപ്പുരയ്ക്കകത്ത് ദൈവം നമ്മളെ നിറച്ചുകൊണ്ടേയിരിക്കും. ദൈവം പറയുന്നത് ഒന്നിനെ കുറിച്ച് വിചാരപ്പെടരുത്. എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് ഉടുക്കും എന്നതിനെ കുറിച്ച് നിങ്ങൾ വിചാരപ്പെടരുത്. സകലതും ദൈവത്തിനറിയാം. നിങ്ങൾക്ക് വേണ്ടത് തരാൻ എന്റെ ദൈവത്തിനറിയാം. പക്ഷെ ദൈവം തരുന്നതിനെ നിങ്ങൾ പാഴാക്കരുത്, അതിനെ മിസ് ചെയ്യരുത്, അതിനെ കളയരുത്. സന്തോഷത്തോടുകൂടെ കഴിക്കുക. വിശപ്പ് ഉള്ള വ്യക്തിക്ക് ഒരു താങ്ങായി മാറ്. നിശ്ചയമായും നിങ്ങളുടെ കരത്തെ അനുഗ്രഹിക്കാൻ, നിങ്ങളുടെ ഉപജീവന മാർഗം അനുഗ്രഹിക്കാൻ എന്റെ ദൈവം ശക്തനാണ്. ഈ അനുഭവം ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് പല സ്ഥലങ്ങളിലും കണ്ട് സങ്കടപ്പെട്ടിട്ടുള്ള ഒരു അനുഭവമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ ഈ കാര്യം പറയുവാനായിട്ട് ഇടയായത്. വേദപുസ്തകം ആകമാനം പരിശോധിച്ചപ്പോൾ ദൈവം ആഹാരത്തെ കുറിച്ച് വളരെ വലിയ ഇമ്പോർട്ടന്റ് കൊടുത്തിരിക്കുന്നതായിട്ട് അവിടെ കാണുവാനായിട്ട് കഴിയുന്നു. ഏതേം തോട്ടത്തിനകത്ത് ആദാമിനോട് പറയുകയാണ്, ഈ കാണുന്ന സകലത്തിന്റെയും വൃക്ഷഫലം നിനക്ക് തിന്നാം, പക്ഷേ തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷഫലം മാത്രം തിന്നരുത്. വേറെ ഒരു കാര്യമല്ല ആദ്യം അവനോട് പറഞ്ഞത്. ആദ്യം പറഞ്ഞത് അവന്റെ വയറിനുള്ള ആഹാരത്തെ കുറിച്ചാ. മനുഷ്യന് വേണ്ടതൊക്കെയും ദൈവം നൽകിയില്ലേ? നമുക്ക് വേണ്ടതൊക്കെയും ദൈവം നൽകിയില്ലേ? പിന്നെ എന്തിനാണ് നമ്മൾ വെറുതെ മറ്റുള്ളവരെ ബോധിപ്പിക്കുന്നതിന് വേണ്ടി, മറ്റുള്ളവരെ ദേഷ്യപ്പെടുത്തുന്നതിന് വേണ്ടി നമ്മൾ ഈ കാര്യങ്ങൾ ഒരിക്കലും നമ്മൾ ചെയ്യരുത് എന്ന് ദൈവത്തിന്റെ വചനം വ്യക്തമായി നമ്മോട് വെളിപ്പെടുത്തുകയാണ്. ഈ നാളുകളിൽ ദൈവം നിശ്ചയമായിട്ടും നിങ്ങളെ അനുഗ്രഹിക്കും. ഒരിക്കലും ദൈവം നൽകപ്പെടുന്നതായ ദാനമായ ഈ ഭക്ഷണത്തെ ഒരിക്കലും വെറുക്കരുത്, വലിച്ചെറിയരുത്, അതിനെ പാഴാക്കരുത്. സന്തോഷത്തോടെ ഭക്ഷിച്ച് തൃപ്തനാകുക. കർത്താവിനെ ശക്തിയോടുകൂടെ ആരാധിക്കുക. ദൈവം നിശ്ചയമായിട്ടും നിങ്ങളെ അനുഗ്രഹിക്കും, ബലപ്പെടുത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നേരം പോലും
ആഹാരം കുറയാതെ ദൈവം എല്ലാവരെയും സൂക്ഷിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ വിരാമം കുറിക്കുന്നു. കർത്താവ് ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.